What's up? Come on! Yes! Come on! Absolutely brilliant performance. Come on. Now, penalty controversy അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. പക്ഷെ yes, what a performance, top level performance. We live to fight another day. Vamos. Yes, absolutely. എൻ്റെ പൊന്നളിയ 2 ഗോൾ കൺസീഡ് ചെയ്യാത്ത ഒരു ടീമും 2 ഗോൾ ജീവിതത്തിൽ അടിക്കാത്ത ഒരു ടീമും അടിച്ച് ഗോളും അടിച്ച് ക്വാർട്ടർ ഫൈനൽസ്. ചാമ്പ്യൻസ് ലീഗ് ഈ സീസൺ അടിക്കേണ്ടി വരും. അടുത്ത കൊല്ലം ചാമ്പ്യൻസ് ലീഗ് കളിക്കണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ പോലെ ആബ്സല്യൂട്ട്ലി വേറെ. ആരോ ഈ പ്രീ മാച്ചില് നമ്മളുടെ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞ് ആ സാധനം നമ്മളാ പറഞ്ഞ 10 മിനിറ്റ് ഒന്ന് കായ് ഹാവേർട്സിനെ കാണിച്ചു കഴിഞ്ഞാൽ നന്നാവും. ഒന്നും പറയാനില്ല. ഇങ്ങനെ ഐ മീൻ പറഞ്ഞ അഭിപ്രായം ഒറ്റടിക്ക് മാറ്റാനായിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇങ്ങനത്തെ പെർഫോമൻസസ് ആണ് നമ്മളെ ആസ് എ ഫാൻസ് നമ്മളുടെ ആ ഒപ്പീനിയൻസിനെ ഒന്നും കൂടി ചിന്തിപ്പിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് നോട്ട് ഇനഫ് ഒരു കളിയിൽ ഇത് തന്നുകൊണ്ടിരിക്കുന്നത്. വി നീഡ് ദിസ് മോർ. ഈ ഒരു ആൻഡ് ഒരു കാര്യം ശ്രദ്ധിക്കണം, കായ് ഹാവേർട്സ് ഇന്ന് നമ്പർ 9 അല്ല കളിച്ചത്. കായ് ഹാവേർട്സ് ഇന്ന് ആ പറഞ്ഞ ആ ഒരു ഫ്രീ റോൾ ആയിരുന്നു കളിച്ചത്. സ്റ്റേർലിംഗ് ആയിരുന്നു നമ്പർ 10 റോളാണ് കളിച്ചത്. അതെ ആ റോള് ഇഫ് വി കൻ സീ മോർ ഓഫ് ദിസ് യെസ് ഡൺ. ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ പോർട്ടർ വന്നപ്പോൾ തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്. നമ്പർ 9 ആയിട്ട് കായ് ഹാവേർട്സിനെ വെച്ചുകൊണ്ടിരിക്കുന്നത് മണ്ടത്തരമാണ്. ബിക്കോസ് അവന്റെ കളി എന്താണെന്ന് നമുക്ക് അറിയാം. അവനെ സിൽക്കി ജർമ്മൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ദാറ്റ് വാസ് നോട്ട് വർക്കിംഗ് ഇൻ ദ നമ്പർ 9 പൊസിഷൻ, ബട്ട് ഇറ്റ് വർക്ക് മാജിക് ഇൻ എ നമ്പർ 10 പൊസിഷൻ ജസ്റ്റ് ബിഹൈൻഡ് സ്റ്റേർലിംഗ് ഇന്ന് വേറെ സാധനം. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഓഫ് സൈഡും അതും ഇതൊക്കെ പറയും. പക്ഷെ സ്റ്റേർലിങ്ങിന്റെ റോൾ ഇന്ന് കറക്റ്റ് ആയിട്ട് ചെയ്തു. അതായത് മിഡ്ഫീൽഡിലോ അല്ലെങ്കിൽ ഡീപ്പ് ഇൻസൈഡ് നമ്മളുടെ ഓൺ ഹാഫിൽ ഒരു ടേൺ ഓവർ ഉണ്ടായി കഴിഞ്ഞാൽ സ്റ്റേർലിംഗ് ഒന്നും നോക്കണ്ട, ഓഫ് സൈഡ് ഫ്ലാഗും നോക്കണ്ട, ലാസ്റ്റ് ഡിഫൻഡർ നോക്കണ്ട, ഓടാൻ റെഡി ആയിക്കോ. അതായിരുന്നു ഇന്ന് സ്റ്റേർലിങ്ങിന്റെ റോള്. എപ്പൊ നമ്മൾക്ക് ആ ടേൺ ഓവർ ചാൻസ് കിട്ടി, ജെറ്റ് സ്റ്റേർലിംഗ്. ആൻഡ് അതിൽ നിന്ന് നമ്മൾ ഒരുപാട് ചാൻസ് ഉണ്ടാക്കി. ഒന്നും പറയാനില്ല. മേ ബി ഒരു ഫ്യൂ സെന്റിമീറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാർന്ന് വെച്ചെങ്കിൽ നമ്മൾ 2 ഗോളും കൂടി അടിച്ചേനെ. ബിക്കോസ് ദാറ്റ് വാസ് ഹൗ ക്ലോസ് ദി ഓഫ് സൈഡ് ഗോൾസ് വെയർ. നമസ്കാരം ഗിരീഷ്, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട്? ഓ മാൻ, ടു ഗുഡ്. ഒരു പെർഫെക്റ്റ് പെർഫോമൻസ്. ഡോട്ട്മണ്ടിന് ഒരു ചാൻസ് പോലും കിട്ടി. ലൈക്ക് വാട്ട് എവർ ചാൻസ്, എനിക്ക് വന്ന ജൂഡ് ബെല്ലിംഗമിന്റെ ഒരു സ്ക്രാപ്പി ചാൻസ്, ദാറ്റ് വാസ് ദ ഓൺലി ചാൻസ് ദേ പ്രോബബ്ലി ഹാഡ്. അല്ലാണ്ട് അവരുടെ അറ്റാക്ക് കംപ്ലീറ്റ്ലി ഷട്ട് ഔട്ട് ചെയ്ത്. ആൻഡ് ത്രൂ ഔട്ട് ഐ വുഡ് സേ ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു ബിറ്റ്വീൻ 28 and 48 മിനിറ്റിന്റെ ഇടയിൽ അവർക്ക് ചാൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അല്ലാണ്ട് ലൈക്ക് വി വർ കംപ്ലീറ്റ്ലി ഓൺ ദ. Can you ask a question? Did you see the Tuchel's Chelsea versus Real Madrid performance second leg? Yes. അതേ ആ ഒരു ഫയർ ഉണ്ടായിരുന്നു. ലൈക്ക് ദിസ് ടീം ലുക്ക് ലൈക്ക് ദേ വാണ്ടഡ് ടു വിൻ. ആൻഡ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കുറെ കാലം കണ്ടിട്ട്, ലൈക്ക് ഉള്ളിൽ മേ ബി ഇൻ ദ പ്രീവിയസ് ലീഡ്സ് ഗെയിം അത് കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ദിസ് ടീം സംഹൗ ഗോട്ട് ദാറ്റ് കോൺഫിഡൻസ്, അവർ കില്ലർ സ്പിരിറ്റ് വീണ്ടും കിട്ടി. എങ്ങനെ എനിക്കറിയില്ല. ഐ ഹോപ്പ് പോർട്ടർ ഫൈൻഡ്സ് എ വേ ടു ജസ്റ്റ് പുട്ട് ദിസ് എവറി മാച്ച്. അല്ല, അതിലൊരു കാര്യം ഐ വാസ് തിങ്കിങ് ത്രൂ ഔട്ട് ദ കളിയിൽ എന്താ ഈ സംഭവിക്കുന്നതെന്ന് ആലോചിച്ചപ്പോഴത്തേക്കും വീണ്ടും മനസ്സിലായ ഒരു കാര്യം ഇതാണ്. നമ്മള് എനിക്ക് തോന്നണം ആഫ്റ്റർ കോൺടെ 2017 we've never had a team that was meant to compete for multiple trophies. നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന മാത്രം ഒരു ടീം, ആൻഡ് ദാറ്റ് ടു കപ്പ് കോമ്പറ്റീഷൻസ്. ചെൽസി ഈസ് ബീൻ എ കപ്പ് ടീം ഫോർ എവർ, കുറെ നാളായിട്ട്. അതിന്റെ ഏറ്റവും ഉത്തമ എക്സാമ്പിൾ ആണ് ഇത്. ലീഗില് പരമശോകം, ബട്ട് കപ്പ് കോമ്പറ്റീഷൻസിൽ ഒരുമ. ഈവൺ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഫസ്റ്റ് ലെഗിലും ചെൽസി വേർ മൈൽസ് ബെറ്റർ ദാൻ ഡോട്ട്മണ്ട്. ആ ഒരു ചാൻസ് ആൻഡ് ദാറ്റ് ടു നമ്മളുടെ ഒരു കോർണർ, നമ്മൾ റെലന്റ്ലെസ് അറ്റാക്ക്, അതിന്റെ കോർണർ എന്നുള്ള ഒരു കൗണ്ടർ അറ്റാക്കിലാണ് ആ ഒരു മാജിക് ഗോൾ അവരടിച്ചത്. ഇന്നത്തെ കളി നോക്കുകയാണെങ്കിലും ചാൻസ് കംപ്ലീറ്റ് നമ്മളുടെ തന്നെയായിരുന്നു. ബട്ട് ഹാറ്റ്സ് ഓഫ് ടു കെപ്പ, വാട്ട് എ ലീഡർ. ഒരു രക്ഷയില്ല അത്. And listen, Kepa has equaled the record of Thibaut Courtois in clean sheets with lesser games. Thibaut Courtois clean sheets with lesser games, അതും
ആ ഫ്രാങ്ക് ലാംബാർഡിന്റെ സമയത്ത് 54 ഗോൾ കൺസീഡ് ചെയ്ത നമ്മുടെ ടൈമിലും കൂടെ എടുത്തു വെച്ചിട്ട്. കെപ്പ പെർഫോമൻസ് അസൈഡ് ഒടുക്കത്തെ ലീഡർഷിപ്പ്. അത് കോവച്ചിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തപ്പോഴത്തേക്കും ഐ വാസ് തിങ്കിങ് കെപ്പക്ക് കൊടുക്കണം ആംബാൻഡ് എന്നുള്ളത്. ആൻഡ് അത് സംഭവിച്ചു. അത് കണ്ടതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ടായി. കെപ്പയുടെ റിഡംഷൻ ഹാസ് ബീൻ ദ സ്റ്റോറി ഓഫ് ദിസ് സീസൺ. ഈ ഒരു ഡിസ്മൽ സീസണിൽ ഇറ്റ്സ് ബീൻ വൺ ഓഫ് ദ ഹൈലൈറ്റ്സ്. അപ്പൊ ആ ഒരു കാര്യം. പിന്നെ കുക്കുറയ, കുലിബാലി ആൻഡ് ത്രൂ ബോൾ പാസുകളുടെ കളിയായിരുന്നു. ഇൻഫാക്ട് ഒരു കാര്യം ഫൊഫാനയും റീസ് ജെയിംസും ആയിരിക്കും എന്നുള്ളത് ആയിരുന്നില്ല, കുക്കുറയും ചിൽവെല്ലും ആയിരുന്നു. അതാ ഞാൻ കഴിഞ്ഞ കളി തൊട്ട് ലെഫ്റ്റ് സൈഡ് ഓഫ് അവർ ഡിഫൻസ് ലുക്സ് മാജിക്. ഒരു രക്ഷയില്ല. ചിൽവെലിന്റെ ഫിറ്റ്നസ് ലെവൽസ് എക്സ്ട്രീംലി ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ എത്തിയിരിക്കുകയാണ്. ആൻഡ് ഇന്നത്തെ റീസ് ജെയിംസിന്റെ പെർഫോമൻസ് കണ്ടിട്ടും ഹി ലുക്സ് ലൈക്ക് ഒരു ഇൻഡസ്ട്രക്റ്റബിൾ ലുക്ക് ഉണ്ട്. നല്ല മറ്റേ അവസാനമൊക്കെ നല്ല ചവിട്ടും കുത്തൊക്കെ കിട്ടുന്നുണ്ട്. ബട്ട് ആ ഒരു ഇഞ്ചുറി പ്രോൺനെസ് ഒന്നും ഇന്ന് കണ്ടില്ല. അതുമാത്രമല്ല, ഡിഫൻസിന്റെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇന്ന് ഒടുക്കത്തെ പ്രൊആക്റ്റീവ് ആയിരുന്നു. ബോൾ വാച്ചിങ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായില്ല. ഒരു ത്രൂ ബോളാ അല്ലെങ്കിൽ ഒരു ഇൻസൈസീവ് പാസ് തന്നെയാണെങ്കിൽ നമ്മളുടെ ഡിഫൻഡറിന്റെ കാലായിരുന്നു അതിന്റെ മുന്നിലുള്ളത്. ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇതൊരു കപ്പ് ടീമാണെന്ന് പറയുന്നത്. കാരണം കപ്പ് ഗെയിംസിലെ എല്ലാ കളിയിലും ലാസ്റ്റ് കളി പോലെ കളിക്കുന്നത്. ദേ ഡോണ്ട് കെയർ അടുത്ത കളി ആരാണ്, ഇനി എങ്ങനെയാണ്, ഈ കളി ജയിച്ചാലേ കാര്യമുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ കളിച്ചതുകൊണ്ട് ആ മെന്റാലിറ്റിയിൽ നല്ല ഡിഫറൻസ് ഉണ്ടായി. അറ്റാക്കിംഗ് പാറ്റേൺസ് ഒരുപാട് കാണാൻ പറ്റി. ഐ മീൻ, ഇതൊരു അനോമലി ആയിട്ട് തീർന്നു പോകല്ലേ എന്ന് മാത്രമാണ് എൻ്റെ ഒരു ഹോപ്പ്. വി കൻ ടേക്ക് ദിസ് ടു ദ ലീഗ്, there is a good chance that we make Europe next season. നെഗറ്റീവ്സ് കൊണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. I thought Enzo was poor or average performance. He wasn't his usual self. Kovacic was better, surprisingly. നമ്മൾ വിചാരിച്ചു കോവച്ചിച്ച് ആയിരിക്കും poor performance, average performance ആണെങ്കിലും നേരെ മറിച്ച് it was Enzo whose performance was a little down. ഫൊഫാനയും റീസ് ജെയിംസും ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഒരു ശരിക്കും ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ കാര്യമായിട്ട് അവർ അങ്ങനെ ഇൻവോൾവ് ആവണം കണ്ടില്ല. സെക്കൻഡ് ഹാഫിൽ അവർ തകർത്ത് ഇൻവോൾവ് ആയി. ഫൊഫാന ആൻഡ് ഓൾ റീസ് ജെയിംസും ഒക്കെ ടാക്കിൾ ചെയ്യണം കണ്ടു കഴിഞ്ഞാൽ അൺബിലീവബിൾ അമൗണ്ട് ഓഫ് ടാക്ലിംഗ്. സോ ഗിരീഷ്, how do you rate Enzo, Fofana? Enzo actually, I don't know, like throughout the game, I barely saw him on the ball. Right. എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, like did he even have any touches on the ball, എങ്ങനെയാ പെർഫോമൻസ്, ബിക്കോസ് ബോൾ കിട്ടിയ. ഇൻഫാക്ട് ഐ ഫീൽ ഈവൻ കോവച്ചിച്ച്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, he was not that great. He was okay. Thanks Jim, thanks a lot. And basically I personally felt നമ്മുടെ മിഡ്ഫീൽഡ് കുറച്ച് ഓവർ റൺ ആ ഒരു സ്ഥിതിക്ക് I felt that way, like a midfield is being over. പക്ഷേ there was someone called Kai Havertz who was having an amazing game today. He dropped back in midfield, supported the midfield. He was there everywhere. ആ ഒരു ഹാഫ് ലൈൻ കടന്ന എല്ലാ സ്ഥലത്തും കണ്ട Kai Havertz ഉണ്ട്. And it is അത് കെപ്പയുടെ ഒരു ബോളിൽ നിന്ന്, ലോങ് ബോളിൽ നിന്ന് Kai Havertz ഇങ്ങനെ എടുത്തൊരു ഫസ്റ്റ് ടച്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഒരു കൂത്ര പാസ്സാ കൊടുത്തത്, അത് വേറൊരു കാര്യം. പക്ഷെ ആ ഒരു ഫസ്റ്റ് ടച്ച്, too good. Like he had a dream game today. No, we also have to be critical. കാരണം ആദ്യത്തെ ഒരു 20 മിനിറ്റ് we were dominating. നമ്മുടെ പാസ് ഒക്കെ ശോകമായിരുന്നു. We were losing balls for fun. We were doing missed passes. I mean, first 45 minutes is a perfect example of chaos. നമ്മൾ കുറെ ചാൻസസ് ക്രിയേറ്റ് ചെയ്തു, but it's an example of a chaos. And that goal coming in was a result of a chaos. യാതൊരു സംശയമില്ല. പക്ഷെ we did a lot of missed pass. സെക്കൻഡ് ഹാഫിൽ ടീം വന്നിട്ട് പറഞ്ഞു നമുക്ക് കോൺഫിഡൻസ് ആയി, നമുക്കിപ്പോൾ ഒന്ന് ഒത്തൊരുമിച്ച് കളിക്കാൻ എന്നുള്ളൊരു ഫീല് കിട്ടിയത്. സോ ലൈക്ക് 6 മാസത്തെ അനുഭവം ഫൈനലി കേം ഇൻ ടു ഫ്രൂഷൻ എന്നുള്ളൊരു തോന്നൽ. വാട്ട് ഡു യു ഗൈസ് തിങ്ക്? ശരിയാണ്, ഈ പറഞ്ഞ പോലെ നമ്മള് ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീസണാണ്. ദിസ് ഫീൽസ് ലൈക്ക് ഒരു പ്രോപ്പർ നമുക്ക് മക്കളെ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ ഇന്നാ പിടിച്ച ഒരു സമ്മാനം എന്ന് പറഞ്ഞ പോലെ ഒരു പെർഫോമൻസ് ആയിരുന്നു. ഈവൻ ദ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ദാറ്റ് കെയിം ഓൺ, ദേ വെർ ആ മോമെന്റ് തൊട്ട്, ഐ മീൻ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ടൈം ഒന്നും എടുക്കാതെ തൊട്ട് ദേ വെർ ആബ്സല്യൂട്ട്ലി ഫയർ. കോൺർ ഗാലഗർ ഒക്കെ ആസ് യൂഷ്വൽ, ഈവൻ ലോഫ്റ്റസ് ചീക്ക് വന്ന സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു. ദേവർ കുറച്ച് ആക്ച്വലി വേണമെങ്കിൽ നമുക്ക് ഈവൻ പുളിസിക് നേരെ പോയി ഗോൾ അടിക്കാൻ നോക്കാറുണ്ട്. പക്ഷെ സെൻസിബിൾ ആയിട്ട് കളി സ്ലോ ഡൗൺ ചെയ്യേണ്ട സമയത്ത് സ്ലോ ഡൗൺ ചെയ്ത്
സൈഡിലോട്ടൊക്കെ കൊണ്ടുപോയി കച്ചറ ഉണ്ടാക്കലും കാര്യങ്ങളെല്ലാം സെറ്റായിരുന്നു. ഇന്ന് മാച്ച് മാനേജ്മെന്റിന്റെ ഒരു ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ ഓൾസോ പറയാതിരിക്കാൻ പറ്റില്ല. റെഫറിങ് ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾക്ക് ഫേവറിംഗ് ആയിട്ട് വന്ന ഒരു കളിയും കൂടിയായിരുന്നു. പെനൽറ്റി യെസ്, അബ്സല്യൂട്ട്ലി റോക്ക് ഹാർഡ് പെനൽറ്റി, ബിക്കോസ് അവന്റെ കൈ ഓൾറെഡി ആ മൂവ്മെന്റിലേക്കായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദ ബോൾ ഗോയിങ് ഹിറ്റിംഗ് ഹിം. അടുത്തായിരുന്നു ശരി, പക്ഷെ ആ ബോൾ അടിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവന്റെ കൈ ഇവിടെ ഉണ്ടായിരുന്നു. അൺനാച്ചുറൽ പൊസിഷൻ, സ്റ്റിക്കിംഗ് ഔട്ട് ഓഫ് ഹിസ് ബോഡി, അബ്സല്യൂട്ട് സ്റ്റോൺ കോൾ പെനൽറ്റി. പിന്നെ എൻക്രോച്ച്മെന്റ് ചില്ലുവലാണ് ആദ്യം ചെയ്തത്. ഓൾറെഡി ബോക്സിനകത്തായിരുന്നു. അതിന്റെ ഒപ്പം സൂളെ ഒരു തള്ളും കൂടി കൊടുത്ത് മച്ചാൻ ഏകദേശം ഉള്ളിലെത്തി. ആൻഡ് സിൻസ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് വാസ് ക്ലിയർഡ് ബൈ ദ ഡിഫൻഡർ, നമുക്ക് ഭാഗ്യത്തിന് ഒരു ഇതും കിട്ടി. അത് ഫസ്റ്റ് ടച്ച് ഹാവേർട്സ് തന്നെ ആണെന്ന് വെച്ചെങ്കിൽ അതൊന്നും വിളിക്കില്ലായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇന്ന് എവറിത്തിങ് വെന്റ് അവർ വേ, എന്തോ ഭാഗ്യം. ബട്ട് യാ, ഐ മീൻ ക്രെഡിറ്റ് ടു ഹാവേർട്സ്. ആ സെയിം ടെക്നിക്ക് ആ സെയിം സൈഡിലോട്ടൊക്കെ അടിക്കണേന് അവനും പ്രാന്തനായിരിക്കണം. പക്ഷെ somehow it worked and then that was it. Oli. I think it's time we speak about substitution. നമ്മളെപ്പോഴും പോട്ടറിന് ചീത്ത വിളിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാണല്ലോ. പക്ഷെ ഇന്ന് കളി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്ന് രണ്ടാമത് ചിന്തിക്കാൻ തുടങ്ങി, ലൈക്ക് വൈ ഗാലഗർ ഇൻസ്റ്റെഡ് ഓഫ് ഫെലിക്സ്. പക്ഷെ ഗാലഗർ വന്നപ്പോഴത്തേക്കും there was a പക്ക ഗെയിം മാനേജ്മെന്റ്. യു സീ ദാറ്റ് എനർജി, അവന്റെ ബോൾ വിന്നിങ്ങും ഐ മീൻ ആ അറ്റാക്കിംഗ് ഔട്ട്പുട്ട് ഇല്ലെങ്കിലും ഈ ഗോസ് എബിലിറ്റി ടു വിൻ ദ ബോൾ കംസ് ബാക്ക്. കോവച്ചിന് പകരം റൂബൻ ലോഫ്റ്റസ്-ചെക്ക്, and then finally എൻസോയ്ക്ക് പകരം സക്രിയ. I thought that made sense കാരണം എൻസോ was already on a yellow card. Maybe Pulisic instead of Mudryk because of experience. എനിക്ക് പറയാനുള്ളൂ. മേ ബി നമ്മുടെ ഫാൻസ് ഉദ്ദേശിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, ഫാൻസ് ആഗ്രഹിക്കുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല. ട്രൂ, ഫെയർ എനഫ്. ബട്ട് ഫ്രം എ ഗെയിം പോയിന്റ് ഓഫ് വ്യൂ, വാസ് ദാറ്റ് ദ റൈറ്റ് ഡിസിഷൻ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ യെസ്, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് വർക്ക്ഡ് ഔട്ട്. പക്ഷേ ആസ് എ പേഴ്സണൽ ഒപ്പീനിയൻ ഐ എം നോട്ട് എ ഫാൻ ഓഫ് സച്ച് എൻ അപ്രോച്ച്, സ്പെഷ്യലി ഒരു 1 goal ലീഡ് ഉണ്ടാകുമ്പോൾ. ബിക്കോസ് ദ പ്രോബ്ലം ഹിയർ, എസ്പെഷ്യലി ഇങ്ങനെ പോലത്തെ ഒരു സെക്കൻഡ് ലെഗ് ടൈ ആകുമ്പോൾ, if we concede, we are on to extra time with the defensive side. അപ്പോൾ അങ്ങനെ പോലത്തെ ഒരു സിറ്റുവേഷൻ ആയെന്നെ. സോ ഐ പേഴ്സണലി എം നോട്ട് എ ഫാൻ ഓഫ് ദിസ്. ഐ എം ഗ്ലാഡ് ഇറ്റ് വർക്ക്ഡ് ഔട്ട്. ലീഡ്സ് കളിയിലും സെയിം സിറ്റുവേഷൻ ആയിരുന്നു. വി ട്രൈ ടു ജസ്റ്റ് ആസ് സൂൺ ആസ് വി ഗോട്ട് ദ ലീഡ് വി ലൈക്ക് let's shut shop, let's not concede anymore now. പക്ഷേ the risk is too high in their personal opinion, and especially in a situation when we are trying to look for a win. Yes, it makes sense in one aspect, പക്ഷേ I would rather go for another goal. And അതൊരു opinion basis ആണ്. It's not about like what is right, what is wrong. എൻ്റെ ഒരു opinion, like if you have 2 goal lead, perfect game plan. പക്ഷേ 1 goal lead ആകുമ്പോൾ it's very risky. It pays off, great decision. If it doesn't pay off, everyone's going to blame bottom. Yeah, I thought that was the key. So thank you guys. Thank you for all super chat. Anthony, Jim as usual, നമ്മുടെ ഒരു സ്ഥിരം കോൺട്രിബ്യൂട്ടർ തന്നെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദാറ്റ്. ബട്ട് ഐ തോട്ട് ദാറ്റ് വാസ് ദ റൈറ്റ് ആൻസർ. കാരണം ഈ ധോണി അവസാനം ചില സമയത്ത് ഡിസിഷൻ ഒക്കെ എടുക്കുമല്ലോ, ജോഗിന്ദർ ശർമ്മനെയൊക്കെ കൊണ്ടുവരുമല്ലോ, നമ്മൾ വിചാരിക്കും ഓക്കെ അത് കച്ചറ ഡിസിഷൻ. പക്ഷെ when it turns out good, I thought his decision was risky. കാരണം അതെങ്ങാനും മോശമായിട്ട് ടേൺ ഔട്ട് ചെയ്തിരുന്നെങ്കിൽ it would have been bad, but it didn't turn out to be bad. Tom? എൻ്റെ ഒരു അഭിപ്രായത്തിൽ I think he was seeing the problem and trying to fix it. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ substitutions were for എൻസോക്ക് പകരമാണ്. എൻസോക്ക് പകരം ആരാ വന്നെ? ഗാലഗർ. Because Enzo was having അല്ല ഫെലിക്സിന് പകരം ഗാലഗർ, കോവച്ചിന് പകരം റൂബൻ ലോഫ്റ്റസ്-ചെക്ക്. യെസ്, ഫെലിക്സിന് പകരം ഗാലഗർ ആ സമയത്ത്, ബിക്കോസ് ഫെലിക്സ് ഡിഫെൻസിവലി ഇസ് നോട്ട് ആസ് ഗുഡ് ആസ് ഗാലഗർ. ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ വി ഹാവ് ടു പ്രൊട്ടക്ട് വാട്ട് വി ഹാഡ് ഇൻസ്റ്റെഡ് ഓഫ് ഗിരീഷ് പറഞ്ഞ പോലത്തെ ഒരു ഐഡിയൽ സിനാറിയോയിലേക്ക് പോകുന്നതിന് പകരം നമുക്ക് ഉള്ള തൻകുഞ്ഞു പൊൻകുഞ്ഞെന്ന് പറഞ്ഞ പോലെ ആ ചെറിയ ലീഡാണെങ്കിൽ പോലും, ആൻഡ് ഇറ്റ് വാസ് ആഫ്റ്റർ എ കം ബാക്ക്, നമ്മളാണ് കൂടുതൽ എഫേർട്ട് ഇട്ട് കളിക്കുന്ന ടീം. സോ വി നീഡഡ് ഫ്രഷർ ഫീറ്റ് ഓൺ ദ ഗ്രൗണ്ട്. ആൻഡ് ഗാലഗർ ആസ് യു നോ ഒരു പേപ്പട്ടി ഓടണ പോലെ ഓടും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ആ ഒരു സംശയവും വേണ്ട. പിന്നെ എൻസോ വാസ് ഹാവിങ് എ സബ് പാർ ലെവൽ ഓഫ് പെർഫോമൻസ് കാര്യങ്ങൾ. $5 എന്റെ മോനെ, ഇത് ശരിക്കും ആണോ? $. It's not even. Thanks a lot. Thanks Harishman, thank you so much. Thank you bro. ഈ പറഞ്ഞ പോലെ എൻസോനെ ആ സമയത്ത് മാറ്റണതും കറക്റ്റ് ആയിരുന്നു. ആൻഡ് ആ പൊസിഷനിൽ കൊണ്ടുവന്നതും ഐഡിയൽ റീപ്ലേസ്മെന്റ് ആയിരുന്നു. അഗൈൻ ഡെന്നിസ് സാക്കറിയ ആ സമയത്ത് അവന്മാര് ലോങ് ബോൾ ഇട്ട് കളിക്കാൻ തുടങ്ങി. ഡോണിയൽ മാലനും നമ്മുടെ മറ്റേ ബെല്ലിംഗം എല്ലാവരും സെന്റർ ഫോർവേഡ് കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ മല്ലൻ
കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു, നോ നോൺസെൻസ്, ആൻഡ് അറ്റ് ദ റൈറ്റ് ടൈം ഓൾസോ. Again, coming back to my first point, proving the fact that this is a cup team. ഒരു കപ്പ് സിറ്റുവേഷൻ, ഒരു നോക്കൗട്ട് സിറ്റുവേഷന് എന്തൊക്കെയാ ഇന്ന് ചെയ്യേണ്ടത് അത് കറക്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം കറക്റ്റായിട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. Graham Potter has become just the second English manager to win 5 UCL games in a single season after Bobby Robson with Newcastle in 2002-2003. Fantastic. And officially, Kukureya has been named as the player of the match. Super. For his contribution. Absolutely. In terms of his contribution, brilliantly. Overall. Kepa Arrizabalaga was brilliant. What else could have gone well for Chelsea? I mean, വീണ്ടും പഴയ സിറ്റുവേഷൻ തന്നെ. We could have scored a couple of goals. More. In fact, ആ ലാസ്റ്റ് സക്രിയൊക്കെ പാസ് കൊടുക്കുന്നത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങോട്ടേക്ക് പാസ് കൊടുക്കുക എന്നുള്ളത്. അവന്റെ ജോലിയല്ലല്ലോ, അവനത് അറിയില്ല. അതെ, അതുകൊണ്ടാണെന്നുള്ളത് എനിക്ക് പറയാം. കുറച്ച് ക്വസ്റ്റ്യൻസ്. all of a sudden, who will win tomorrow, PSG or Bayern? ചെൽസിക്ക് കിട്ടരുത് അടുത്ത റൗണ്ടിൽ. അതെ, ഐ തിങ്ക് ബയൺ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഡോട്ട്മണ്ട് ഐ തിങ്ക് അല്ലല്ല, ബയൺ ലീഡ് ബൈ എ ഗോൾ. നമ്മുടെ ഷാജിബാബൻ എന്തെന്ന് ചോദിക്കുന്നുണ്ട്. ഷാജിബാബൻ ഉറങ്ങാൻ പോയി. പുള്ളിക്കാരൻ നാളെ രാവിലെ ട്രെയിനിങ്ങും പരിപാടികളും ഉണ്ട്. പിന്നെ കൂലിബാലി ഒരു ക്ലിയർ ചാൻസ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ കൂലിബാലി അറിഞ്ഞും കൂടിയില്ല കാലി തട്ടിയത്. പുള്ളിക്കാരൻ ഡിഫെൻഡ് ചെയ്തു. അത് ഇങ്ങനെ വെച്ചിരുന്നെങ്കിൽ പോസ്റ്റിന്റെ മുമ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. രണ്ട് ചാൻസ്, ഒരു ഫ്രീ ഹെഡർ ഉണ്ടായിരുന്നു, ഒരു ഇതുണ്ടായിരുന്നു. കൂലിബാലി ഗ്രോയിങ് ഇൻ ടു ദ റോൾ ഓഫ് എ ലീഡർ. ആ സിൽവ ഇല്ലാത്തത് ശരിക്കും പറഞ്ഞാൽ ബെനിഫിറ്റ് ചെയ്തത് കൂലിബാലിക്ക് പോലെ തോന്നുന്നുണ്ടോ? On the pitch personality എന്നാലും കാണുന്നുണ്ട്. ലൈക്ക് യു ക്യാൻ സീ ഹിം കമാൻഡിങ്, യു ക്യാൻ സീ ഹിം ഗോയിങ് ഇൻ ടു ഹിസ് എലമെന്റ്സ്. അങ്ങനെ പണ്ടത്തെ പോലെ ചുമ്മാ ഹെഡ്ലെസ് ടാക്കിൾസ് അധികം കാണുന്നില്ല. അറ്റ്ലീസ്റ്റ് he's being more tenacious, he's winning those tackles which is attempting, and that's a good sign because that looks like what Koulibaly can do and what he's good at. ഇത് പെട്ടെന്ന് ലൈക്ക് ആദ്യം കണ്ടപ്പോൾ it felt like he knows what he can do but it's not working out and he looked lost because ഒരാളുടെ ഏറ്റവും വലിയ strength when it turns out to be, when it becomes his weakness, so that makes a person very vulnerable. Okay. So when your biggest strength becomes a weakness, adu sherikum confidence downer ആണ്. And now we can see that okay fine, he's able to connect those tackles, he's not being beaten easily one on one. അങ്ങനെ പോലത്തെ പ്രശ്നം കാണുന്നത്, and that is helping him gain that confidence. We saw that clearly today. Mount suspended ആ ബ്രോസ്, ഒന്നും അറിയില്ലേ? കണ്ടിന്യൂ. Mount suspended. ഇനിയിപ്പോ ആരെങ്കിലും പറയാൻ പാടില്ലെങ്കിൽ ഒബമാങ് എവിടെ? ഒബമാങ് is also left out of the squad. Just see. Same with ബഡിയാഷീലെ. 39% പൊസിഷനേ ഉണ്ടായിരുന്നുള്ളൂ ബൈ ദ വേ. സോ അത് തന്നെ we were shifting away from our regular play എന്ന് തന്നെ പറയുമ്പോൾ തന്നെ ആശ്വാസമുണ്ട്. ഐ മീൻ ഐ വുഡ് റാദർ ബി എ കൗണ്ടർ അറ്റാക്കിംഗ് ടീം വെൻ ദ ടീം ഇസ് നോട്ട് റെഡി. അപ്പോൾ അത് നോക്കുമ്പോഴും വെരി വെൽ ഡൺ. ഗോൾ അടിച്ചു, അതൊരു ഭയങ്കര അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമാണ്. 2 ഗോൾ അടിച്ചിരിക്കുക. 2 ഗോൾ കഴിഞ്ഞ കൊല്ലം ഒന്നും അടിച്ചു. ഡിസംബർ. അതെ, അതും ഡോട്ട്മണ്ട് എന്ന് പറയാൻ. ഡോട്ട്മണ്ട് has been there. ഇത് നോക്ക്, look at this. Dortmund look at that. Chelsea brings Europe's most informed team streak to an 10 out of 10. Bring to an end. It's incredible stat. So final question before we end the stream. Potter in, Potter out, Tom. നിങ്ങൾ രണ്ടുപേരും ആക്ച്വലി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗ്രൂപ്പിലുള്ളതല്ലേ? റിമെമ്പർ ഫ്യൂ ഡേയ്സ് അല്ല, കപ്പിൾ ഓഫ് വീക്സ് ബാക്ക് ഞാൻ പറഞ്ഞില്ല എനിക്കൊരു വീഡിയോ ചെയ്യാൻ തോന്നുന്നുണ്ടെന്ന്. വെൻ എവറിത്തിങ് വാസ് റബ്ബിഷ്, ആ ഒരു എല്ലാവരും നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ആ സമയത്ത് ഹോട്ടലിൽ എൻ്റെ റൂംമേറ്റ്സിനെ എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് ലാപ്ടോപ്പ് തുറന്നു വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തു. ആ വീഡിയോ വിറ്റായിരുന്നു. സോ ഞാൻ ആ വീഡിയോ തുടങ്ങിയപ്പോഴേ പറഞ്ഞത് ഐ ഹാവ് നോട്ട് ഡിസൈഡഡ് ഇഫ് ഐ ആം പോട്ടർ ഇൻ പോട്ടർ ഔട്ട്. ഐ ഹവ് നോട്ട് ഡിസൈഡഡ് യെറ്റ്.
ബട്ട് മേ ബി ഓവർ ദ കോഴ്സ് ഓഫ് ദിസ് വീഡിയോ ചിലപ്പോൾ ഞാൻ തീരുമാനിക്കാം എന്ന് പറഞ്ഞാൽ വന്നേ. അതിന്റെ അവസാനമായിട്ട് 25 മിനിറ്റ് ഉണ്ടായി ആ വീഡിയോ. ഐ എം നോട്ട് കിഡിങ്. 25 മിനിറ്റ്സ് ആ വീഡിയോ ഉണ്ടായി. അതിന്റെ അതാ കോമഡി ട്വിസ്റ്റ് വരണുള്ളൂ. 25 മിനിറ്റ് ആ വീഡിയോ ഉണ്ടായിട്ടും ഞാൻ അതിന്റെ അവസാനമായപ്പോഴും ഐ ഹാഡ് ഡിസൈഡഡ് പോട്ടർ ഇൻ പോട്ടർ ബിക്കോസ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇറ്റ്സ് എ ഹോൾ അനദർ ടോപ്പിക്. ഇത്ര സമയം തന്നെ എടുക്കും മേ ബി. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് റെക്കോർഡൊക്കെ സെറ്റാക്കി എല്ലാം ചെയ്ത് ഞാൻ അത് പ്ലേ ചെയ്ത് നോക്കി, റീപ്ലേ അടിച്ച് നോക്കിയപ്പോഴത്തേക്കും സൗണ്ട് ഇല്ല. ഹാപ്പിയായി. ഒരു തീരുമാനമായില്ല, അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായില്ല. അപ്പൊ എന്റെ കണ്ടീഷൻ അത് തന്നെയാണ്. എനിക്കിപ്പോ പറയാനൊന്നും ആയിട്ടില്ല. ഐ മീൻ ഒരു കളി കൊണ്ട് ഒരു ചേഞ്ച്. ഇപ്പൊ കായ് ഹാവർട്സിന്റെ കാര്യമായാലും ശരി, one game has nothing to do with what you've done so far the whole season. So ഈ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഞങ്ങളുടെ ഫാൻസിന്റെ ഒപ്പീനിയൻ ചേഞ്ച് ചെയ്യുക. ദാറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. സോ കീപ് ഡൂയിങ് ദാറ്റ്. What is your opinion on getting Real? I would say of course. I mean, yeah, why not? I mean, ഇനിയിപ്പോ ആര് കിട്ടിയാലും it's a quarter finals. Every team is a big team. Even Benfica ഇന്ന് 7-0 something they won if I'm not wrong. 7-1. Even if it is Benfica, it's still a big. See, knockout is knockout. അതൊരു ഡിഫറെന്റ് ബോൾ ഗെയിം ഓൾടുഗദർ. അതിന്റെ മെന്റാലിറ്റി വേറെയാണ്. ഇൻഫാക്ട് നമ്മള് ചാമ്പ്യൻസ് ലീഗ് ജയിച്ച വർഷത്തിൽ ഐ ഫീൽ among the knockouts I think Porto was one of the most trickiest games we had in the quarters if I'm not wrong. ആ ഒരു കളി തന്നെ Porto yes, Porto was a very tricky game. Yes, and so no team is small. Any team who reaches the quarterfinals have reached with merit. അല്ലാണ്ട് ചുമ്മാ ചക്ക കയറുന്നല്ല. So ഏത് ടീം ഇട്ടാലും it's going to be dangerous. നമ്മൾ കളിച്ച് like we have to win. Yeah, സെലക്ഷനൊന്നും പറ്റിയൊന്നുമില്ല. അവനെ സ്റ്റാറ്റിക്കലി സബ് ചെയ്താണ്. Okay, thoughts on Porter, Girish? Porter again, I was never of the opinion he should go out because Chelsea എന്റെ opinion is irrelevant. Chelseaന്റെ ഏറ്റവും best case scenario is if Porter works out because we know the consequences if it doesn't work out. ഒരു 60 billion പോകും, പുതിയ മാനേജർ തപ്പണം. There is no great manager out there. പിന്നെ വീണ്ടും we'll be pushed into the mentality that we are a sacking sort of a team. So Chelseaന്റെ ഏറ്റവും best case scenario is if Porter works out. അത് നടക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നടന്നാൽ it is going to be great for the club. And എൻ്റെ ഒരു personal opinion വെച്ച് നോക്കിയാൽ from the very beginning I always felt that Porter was always a long-term manager. First, I knew how he performed under Brighton in the first season. He was horrible. He was worse than this in his first year in Brighton. So ഇത് ഞാൻ ഒരു back of the mind expect ചെയ്തായിരുന്നു. പക്ഷേ again it's a big club. Chelsea cannot accept results like this. We have to keep on evaluating this after a few matches and hopefully this works out. Yeah, I think it's a very positive note. Very well played as a team. Of course there was issues beginning. We were completely dominating. We didn't let Dortmund take over us even though അവർക്ക് പൊസിഷൻ കൂടുതലായിരുന്നെങ്കിൽ തന്നെ Kepa Arrizabalaga ഒന്ന് രണ്ട് തവണ ടെസ്റ്റ് ചെയ്തു ഇല്ല എന്നല്ല. So overall we kept the game in control and probably Jude Bellinghamന്റെ ആ ഒരു chance to finish was the biggest. അങ്ങനെ നോക്കാൻ നേരത്തെ നമ്മൾ ഒരുപാട് ചാൻസ് മിസ് ചെയ്തു. സോ ദാറ്റ്സ് ഇറ്റ്. വെളുപ്പിന് 4 മണിയായി. എല്ലാവരും കിടന്നുറങ്ങുക. രാവിലെ എപ്പോഴാണോ എണീക്കണം അപ്പോൾ ഞാൻ മാച്ച് റിവ്യൂ ചെയ്യുന്നതായിരിക്കും ഫ്രം മൈ എൻഡ്. താങ്ക്സ് ടോം, താങ്ക്സ് ഗിരീഷ്, താങ്ക്സ് ഗൈസ് ഫോർ സ്റ്റേയിങ് ബാക്ക് സോ ഓഫൻ ആൻഡ് താങ്ക്സ് ഫോർ ഓൾ ദ സൂപ്പർ ചാറ്റ്. ഇതിനു മുമ്പ് ചെയ്ത വ്യക്തികൾക്കും ഒരുപാട് നന്ദി. കീപ് സപ്പോർട്ടിങ് അസ് ഇൻ എവറി വേ പോസിബിൾ. ടേക്ക് കെയർ. ചലോ ബൈ.